نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي عباد الله أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിന്റെ പരമാവധി അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ഖുതുബ എന്നത് അതാദ്യാവസാനം ശ്രദ്ധിച്ച് കേൾക്കുവാനും അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട വിഷയങ്ങളെല്ലാം പാലിക്കുവാനും എഡിറ്റ് ചെയ്യേണ്ടതെല്ലാം എഡിറ്റ് ചെയ്യുവാനും ഒക്കെയാണ് ഖുതുബ മത നിയമമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യാവസാനം ശ്രദ്ധിച്ചിരിക്കണമെന്നും പ്രയാസമൊന്നും ഇല്ലാത്ത ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സൊഫുകൾ പൂർത്തീകരിച്ചിരിക്കണം എന്നുള്ളത്. ഒന്നാമത്തെ സൊഫിന് അതിൻ്റെതായ പ്രതിഫലമുണ്ട്. പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ഒന്നാമത്തെ സൊഫിന്റെ പ്രതിഫലവും ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലവും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി മത്സരിക്കുമായിരുന്നു. എത്രത്തോളമെന്ന് വെച്ചാൽ നറുക്കിട്ട് അവസാനം ആളെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സൊഫുകൾ പൂർത്തീകരിച്ചിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അധിക പ്രയാസമൊന്നും ഇല്ലാത്ത ആളുകൾ സൊഫിലേക്ക് കയറിയിരിക്കണം. ചാരിയിരുന്നാൽ സ്വാഭാവികമായിട്ടുള്ള ചില അലസതകളും ശ്രദ്ധക്കുറവുകളും ഉണ്ടാകും. അതുകൊണ്ട് പ്രയാസമൊന്നും ഇല്ലാത്തവർ സൊഫിലേക്ക് കയറിയിരിക്കണം എന്നത് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഈ ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം എന്നത് ഇതിൽ ആരെയും പറ്റിക്കുവാനോ വഞ്ചിക്കുവാനോ അല്ലെങ്കിൽ വക്രതയിലൂടെ ജീവിക്കുവാനോ ഒന്നും മതം അനുവദിക്കുന്നില്ല എന്നത് ഈ ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവ വശങ്ങളുള്ള ആളുകളായി മാറുവാനും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നമ്മുടെ സ്വഭാവമാണ് തുലാസിൽ മീസാനിൽ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസ്യത അത് നിഴലിച്ചു നിൽക്കണമെന്ന് ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. സത്യസന്ധത ഇന്ന് കുടുംബങ്ങളിലില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയ്ക്കോ പരസ്പരം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സംശയത്തിന്റെ നിഴലിലൂടെ മാത്രം നോക്കിക്കാണുന്ന
സംശയരോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന, വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വാസമില്ല, മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വാസമില്ല, സഹോദരങ്ങൾക്ക് പോലും പരസ്പരം വിശ്വാസമില്ലാത്ത സാഹചര്യങ്ങളിൽ പല സംഭവങ്ങളും നമ്മൾ കേട്ട് വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് മതരംഗത്തൊരു വിശ്വാസ്യതയുണ്ട്, കുടുംബ ജീവിതത്തിൽ ഒരു വിശ്വാസ്യതയുണ്ട്, കച്ചവട മേഖലകളിൽ ഒരു വിശ്വാസ്യതയുണ്ട്. ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം വിശ്വാസരംഗത്തുള്ള സത്യസന്ധതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് സത്യസന്ധൻ എന്ന് പറഞ്ഞിടത്ത് പഠിപ്പിക്കുന്നിടത്ത് അല്ലാഹു പറഞ്ഞത് വല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലാഹുവിൽ വിശ്വസിച്ചവൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അല്ലെങ്കിൽ റസൂലുകളിൽ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവൻ, ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവരാകുന്നു സത്യസന്ധന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പറഞ്ഞു നൽകുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ വിശ്വാസ രംഗം അത് ക്ലിയർ ആക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സത്യസന്ധമായ രൂപത്തിൽ വിശ്വാസത്തെ ക്ലിയർ ആക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കൂ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വകൂനൂ മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ കൂടുക എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. നാം കൂട്ടുകൂടുന്നതാര്, നാം ബന്ധം വെച്ച് പുലർത്തുന്നത് ആരോട്, നമുക്കിനി വരാനിരിക്കുന്ന ലോകത്ത് ആരുടെ കൂടെയായിരിക്കും നമ്മൾ ഉണ്ടാവുക, ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സത്യസന്ധത എത്രമാത്രം നിഴൽച്ചു നിൽക്കുന്നു, നമ്മുടെ കൂട്ടുകാരന്മാർ എത്ര സത്യസന്ധന്മാരാണ്, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാർ, അല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെടുന്ന ആളുകൾ, നമ്മുടെ കച്ചവട മേഖലയിലുള്ള ആളുകൾ, ഇവരെല്ലാം എത്രമാത്രം സത്യസന്ധതയുള്ള ആളുകളാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഹവാസം സത്യസന്ധന്മാരായ സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ കൂട്ടത്തിലായിരിക്കുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കൂനൂ മഅസ് സാദിഖീൻ, സത്യസന്ധന്മാരുടെ കൂടെ കൂടണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മാത്രമല്ല സത്യസന്ധതയുടെയും കളവ് പറയുന്നതിന്റെയും അടയാളത്തെക്കുറിച്ചും അന്തരത്തെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ എന്ത് ചെയ്യണം, സത്യസന്ധതയുള്ള ആളുകളായി മാറണം. എല്ലാ മേഖലയിലും സത്യസന്ധന്മാരായി മാറണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അതിന്റെ മറ്റു വശങ്ങളെ കുറിച്ച് പറഞ്ഞു. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത എന്നത് പുണ്യത്തിലേക്കാണ് നയിക്കുക. സത്യസന്ധത എന്നത് പുണ്യങ്ങളിലേക്ക് മാത്രമാണ് നയിക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആ പുണ്യമെന്നുള്ളത്, ആ സത്യസന്ധത എന്നത് സ്വർഗ്ഗത്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റായ കളവോ അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വയ്യാക്കും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. മോഷ്ടിക്കുന്നത്, കളവ് പറയുന്നത്, കളവ് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങി കളവുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങളുണ്ടോ അതെല്ലാം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത് പോലും കളവാണെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ബിസിനസിന്റെ മേഖലയിൽ തൂക്കുമായി ബന്ധപ്പെട്ട്, തൂക്കി അളന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ല, ബിസിനസിന്റെ ഏതേത് മേഖലയിലും അതിന്റെ ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് ബിസിനസ് നടത്തുന്നവർ അവർ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്തരം ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ശിക്ഷ ഇറക്കിയിട്ടുള്ളത് എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രവാചകൻ പറയേണ് വഇയ്യാകും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നത് ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, പ്രവാചകൻ പറയാണ് ഈ കളവ് എന്നത് മോശത്തരത്തിലേക്ക്, തെറ്റുകളിലേക്കാണ് ആ കളവുകൾ നയിക്കുന്നത്. അല്ലെ, നമ്മൾ സാധാരണ പറയാറുണ്ട് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നാണ്. അപ്പോ സ്വാഭാവികമായും ഈ ലോകത്ത് അങ്ങനെ പിടിക്കപ്പെടുമെങ്കിൽ നാളെ പാരത്രിക ലോകത്തോ? പ്രവാചകൻ പറഞ്ഞു ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, ആ കളവ്, ആ പ്രവൃത്തി, അതിലൂടെ ഉണ്ടാകുന്ന മറ്റു പ്രവൃത്തികൾ അതെല്ലാം നരകത്തിലേക്കാകുന്നു ആ മനുഷ്യനെ ക്ഷണിക്കുന്നത് എന്ന്, എത്തിക്കുന്നത് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നിസാരമായി നമ്മൾ കാണുന്ന സത്യസന്ധതയും കളവും അതിന്റെ അന്തരം കണ്ടില്ലേ, സ്വർഗവും നരകവും പോലെയാണ് എന്നാണ്. സത്യസന്ധത എന്നത് സ്വർഗവും
കളവ് പറയുക എന്നത് നരകവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യസന്ധതയോടെ ജീവിക്കുന്നവർക്ക് സ്വർഗവും, കളവിലൂടെ ജീവിക്കുന്ന, കളവ് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന, അങ്ങനെ ജീവിതം ക്രമീകരിക്കുന്ന ആളുകൾ അവർ നരകത്തിലേക്കുമായിരിക്കും പോകുന്നത് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകാൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു ഖൗല് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് അസ്സിദ്ഖു അമാന, സത്യസന്ധത എന്നത് അമാനത്താണ്. എന്നാൽ വൽ കദിബു ഖിയാന, കളവ് പറയുക എന്നത് വഞ്ചനയാണെന്നാണ്. വഞ്ചന എന്നാണ്. നമ്മൾ സാധാരണ കളവിനെ വഞ്ചന എന്ന് പറയില്ല. വഞ്ചിച്ചവനെ ചിലപ്പോൾ നമ്മൾ ആ ഒരു രൂപത്തിൽ, ആ ഒരു അത്രയും കണ്ട് അവൻ വഞ്ചിച്ചവനാണ്, അവൻ വഞ്ചകനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് ഷൗട്ട് ചെയ്യുകയും അകറ്റി നിർത്തുകയൊക്കെ ചെയ്യും. പക്ഷെ കളവ് പറയുന്നവനെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് പറയാണ് അൽ കദിബു ഖിയാന, കളവ് പറയുക എന്നത് വഞ്ചനയാണ് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാവിൽ നിന്ന് കളവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവനെ വഞ്ചിച്ചതാണ്. ഏതൊരു ആവശ്യത്തിനാണോ, ഏതൊരു സാഹചര്യത്തിനാണോ, എന്തിൽ നിന്ന് രക്ഷപ്പെടാനോ നമ്മൾ പറഞ്ഞത്, അത് നമ്മൾ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സത്യസന്ധത എന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില വിശേഷണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ നാമങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ചില അവന്റെ വിശേഷണങ്ങൾ തന്നെ അടിമകൾക്കും ഉണ്ടാകണം എന്ന് അല്ലാഹു ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഹയാ എന്ന്, ലജ്ജ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു ഹയാ ഉള്ളവനാണ്, ഹയാ ഉള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോ അള്ളാഹുവിനുള്ള ചില ഗുണങ്ങൾ അടിമകൾക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അത്തരത്തിൽ ഒരു ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ളതാണ് സത്യസന്ധത എന്നത്. ആ സത്യസന്ധത അടിമകൾക്കും ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ ഗുണമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ സദഖല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധതയായി കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അല്ലാഹു സത്യസന്ധത കാണിച്ചിരിക്കുകയാണ്. മറ്റൊരായത്തിൽ പറഞ്ഞു വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അല്ലാഹുവിനേക്കാൾ സത്യസന്ധമായി കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവൻ ആരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ വിശേഷണമാണ് യഥാർത്ഥത്തിൽ സത്യസന്ധത എന്നത്. ആ സത്യസന്ധത അടിമകൾക്ക് ഉണ്ടാകണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് അല്ലാഹുവിനെ പോലെ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുണ്ടോ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ അള്ളാഹുവിന്റെ ഗുണമാണ് സത്യസന്ധത എന്നത്. ആ ഗുണം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അടിമകൾക്ക് പരിശ്രമം ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സത്യസന്ധത എന്നത് മുർസലീങ്ങൾക്കും അമ്പിയാക്കന്മാർക്കും ഉണ്ടായ ഗുണമാണ്. മുർസലീങ്ങൾക്കും അമ്പിയാക്കന്മാർക്കും ഉണ്ടായ ഗുണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. വിശുദ്ധ ഖുർആനും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങി. ഇതെല്ലാം ആര് സത്യപ്പെടുത്തി? ആദ്യമായി സത്യപ്പെടുത്തിയത് മുർസലീങ്ങളാണ്, അമ്പിയാക്കന്മാരാണ്. അവർ സത്യപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവരുടെ വിശേഷണമായി കൊണ്ട് എടുത്തു പറഞ്ഞ പല ആയത്തുകളും നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ട് വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. നാളെ പാരത്രിക ലോകത്ത് സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ, സത്യം പറഞ്ഞവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ. ആരാ പ്രാർത്ഥിച്ചെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദൂതനാണ്. ആ ദൂതൻ പ്രാർത്ഥിക്കണം, റബ്ബേ നീ ഞങ്ങളെ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സത്യം മാത്രം പറയുന്നവരുടെ കൂട്ടത്തിൽ നാളെ പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്താ? അല്ലാഹു പറയാണ് വൽഖുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. ആ നബിയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. ഇന്നഹു കാന സിദ്ദീഖൻ, സത്യസന്ധനാണ് എന്നാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ്.
ഇനി വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാൻ സാധിക്കും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എല്ലാരെ കുറിച്ച് വിശേഷിപ്പിച്ചപ്പോഴും അവിടെയെല്ലാം പറഞ്ഞത് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, ഇന്നഹു കാന സ്വാദിഖൻ. വിശുദ്ധ ഖുർആനിൽ പല ആവർത്തി ലഫ്ലുകൾ മാറ്റി അതെല്ലാം ഇസ്മു ഫായിലായിക്കൊണ്ടും അതുപോലെ തന്നെ വിശേഷണങ്ങളായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു നൽകിയിരിക്കുകയാണ്. ഇവരെല്ലാം സ്വാദിഖീങ്ങളാണ്, സിദ്ദീഖീങ്ങളാണ്, സത്യസന്ധന്മാരാണ്, സത്യം മാത്രം പറയുന്നവരാണ്, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഇങ്ങനെ തുടങ്ങി പ്രവാചകന്മാരുടെ വിശേഷണങ്ങളെ കുറിച്ച് നമുക്ക് എടുത്തു പറഞ്ഞു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ളവരുടെ ഗുണമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യസന്ധതയെ എടുത്തു പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. അല്ലാഹു പറയാണ് മുത്തഖീങ്ങൾ ആരാ? മുത്തഖീങ്ങൾ ആരാ? അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാരാ? അവരിൽ ഉൾപ്പെടുന്ന ഒരു ഗുണമാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി, സത്യസന്ധതയുമായി കൊണ്ടുവന്നവർ, വസദ്ദഖ ബിഹി, അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തത്. അതായത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച പ്രവാചകന്മാരെ അംഗീകരിച്ചു. അങ്ങനെ അതിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്ത ആളുകൾ, വസദ്ദഖ ബിഹി, അതിനെ സത്യപ്പെടുത്തുകയും ചെയ്ത ആളുകൾക്ക് ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാകുന്നു മുത്തഖീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ സത്യസന്ധത എത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് വയൂസുഫു അയ്യുഹാ സിദ്ദീഖു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യൂസുഫ് നബി അലൈഹിസ്സലാം അത് എത്രമാത്രം സത്യസന്ധതയുള്ള മനുഷ്യനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഇനി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സുവരെ അൽ അമീനായിരുന്നു. എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന, എല്ലാ ഗോത്രക്കാരും ഒരുപോലെ സ്വീകരിച്ചിരുന്ന മനുഷ്യനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്ന് എല്ലാ കുടുംബക്കാരെയും അയൽക്കാരെയും ആ നാട്ടുകാരെയും വിളിച്ചുകൂട്ടി. എത്തി നോക്കിയാൽ കാണാൻ കഴിയാത്തത്ര ദൂരത്തിലുള്ള ആളുകൾ നിറഞ്ഞുകൂടിയപ്പോൾ അവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, ഞാന് ഇപ്പോ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? ഈ കുന്നിന്റെ അപ്പുറത്തു നിന്ന് ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, നിങ്ങൾ വിശ്വസ്തനാണ്, നിങ്ങൾ വിശ്വസ്തനാണ്. ഒരു ഗോത്രങ്ങൾക്കും പരസ്പരം അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ സത്യസന്ധനാണ് എന്ന്. അങ്ങനെ പറഞ്ഞ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാദിബാണി എന്നും മജ്നൂനാണെന്നും ഭ്രാന്തനാണെന്നും കവിയാണെന്നും കട്ടുവായിക്കുന്നവനാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാത്തത് പറഞ്ഞ് ഇകഴ്ത്തുവാൻ തുടങ്ങി. അതിനു മുമ്പ് വരെ സത്യസന്ധനെന്ന് വിളിച്ച നാവുകൊണ്ടാണ് അത് പറഞ്ഞത്. ഞാൻ ഈ ചരിത്രം ഇവിടെ പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യസന്ധനായിരുന്നു എന്നതാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോ, അതായത് ഇവിടെ നിന്ന് ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞത് മാ ജറബ്നാ അലൈക ഇല്ല സിദ്ഖ്, നിങ്ങളിൽ നിന്ന് സിദ്ഖ് അല്ലാതെ, സത്യസന്ധതയല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അവർ പറയുകയാണ്. അപ്പൊ അത്രമാത്രം സത്യസന്ധതയുള്ള പ്രവാചകൻ. അപ്പൊ ഇവരെല്ലാം എടുത്തു കാണിച്ച പ്രവാചകന്മാരിൽ നിഴലിച്ചു നിന്ന അള്ളാഹുവിന്റെ വിശേഷണമായ, മുത്തഖീങ്ങളുടെ വിശേഷണമായ ഏറ്റവും നല്ല സ്വഭാവ മഹിമ എന്നത് സത്യസന്ധതയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ, തിരുവചനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഏതേത് മേഖലയിലും സത്യസന്ധതയോടുകൂടി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണം. ഇത്തിരി പോന്ന ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ താൽക്കാലിക രക്ഷയ്ക്കു വേണ്ടി കളവ് പറയരുതേ, കളവ് ചെയ്യരുതേ, കളവിൽ കൂട്ടുനിൽക്കരുതേ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്ന ഏറ്റവും നല്ല സ്വഭാവമായി മാറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട്
മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാക്കി തീർക്കണം എന്നതാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകളെ കൂടി സൂചിപ്പിച്ചു നൽകുകയാണ്. ഒന്നാമത്തത് വിശ്വാസ മേഖലയിൽ തന്നെയാണ്. നമ്മുടെ വിശ്വാസ മേഖലയിൽ ഒരിക്കലും സത്യസന്ധതയിൽ നിന്ന് വിഘടിതമായ ഒരു ഓപ്പോസിറ്റ് ആകുന്ന ഒരു പ്രവർത്തനമോ ഒരു വിശ്വാസമോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. അല്ലാഹു പറയാണ്, യഥാർത്ഥ വിശ്വാസികൾ ആരാ എന്ന് പറയുമ്പോ അല്ലദീന ആമനു, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, വറസൂലിഹി, അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവരാണ്. സുമ്മലം യർതാബു, പിന്നെ അവിടെ നിന്ന് വഴിവിഴച്ച് മാറി നിൽക്കൂല. സുമ്മലം യർതാബു, അവർ പിന്തിരിഞ്ഞു കളയൂല, അവര് മാറി നടക്കൂല. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകനിൽ വിശ്വസിക്കുന്നു, എന്റെ റേഷൻ കാർഡിലെ പേര് മുഹമ്മദാണ്, അല്ലെങ്കിൽ എന്റെ ID കാർഡിൽ അല്ലെങ്കിൽ എന്റെ SSLC ബുക്കിൽ മുസ്ലിമാണ് എന്ന ഐഡന്റിറ്റി മാത്രമല്ല നിൽക്കുന്നത്, മറിച്ച് അതിൽ ഉറച്ചു നിൽക്കും, ആ ദീനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കും. അങ്ങനെ അടിയുറച്ചു നിൽക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ധനം കൊണ്ടും ശരീരം കൊണ്ടും അവൻ അധ്വാനിക്കുന്നവനാണ്. ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം മാത്രമല്ല, ഈ നിസ്കാരം പോലും ജിഹാദാണ്, പള്ളിയിലേക്ക് വരുന്നത് പോലും ജിഹാദാണ്, സുബഹിക്ക് പള്ളിയിൽ വരുന്നത് ജിഹാദാണ്, വഴിയിലൂടെ മാർഗതടസ്സം മാറ്റുന്നത് ജിഹാദാണ്, ഉമ്മയെ പരിപാലിക്കുന്നത് ജിഹാദാണ്. അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ജിഹാദ് വേറെ കുറെയുണ്ട്. അതെല്ലാം പ്രവർത്തിക്കുന്ന സമ്പത്ത് കൊണ്ട് സ്വതക്ക കൊടുക്കുന്നത് ജിഹാദാണ്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ നന്മകളെല്ലാം ജിഹാദായി നമുക്ക് പരിവർത്തിപ്പിക്കാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ തിന്മകളിൽ മുഴുകി നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഓപ്പോസിറ്റായി ഒഴുക്കിനെതിരെ നീന്തുക എന്നത് എത്രത്തോളം അധ്വാനമുണ്ടോ അതുപോലെയാണ് നന്മയിൽ മുഴുകി ജീവിക്കുക എന്നത്. അതൊരു ജിഹാദായി കൊണ്ട് നമ്മൾ കാണുകയും ആ നന്മയിൽ അടിയുറച്ചു നിൽക്കുകയും നമ്മുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയാണോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധന്മാർ. അല്ലാതെ ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ ഹിജാബ് അഴിച്ചു മാറ്റുക, ഇതൊന്നും ജിഹാദല്ല. ഇവന്മാർ സത്യസന്ധന്മാരല്ല. സത്യസന്ധന്മാരായിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നുവോ, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയിലും ആ വിശ്വാസത്തെ അടിയുറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്നവരാണ് യഥാർത്ഥ സത്യസന്ധന്മാരെന്ന് ഈ ആയത്തിലൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു നൽകുന്നുണ്ട്. രണ്ടാമത്തത് നമ്മുടെ കർമ്മങ്ങളിലുള്ള സത്യസന്ധതയാണ്. നമ്മുടെ കർമ്മങ്ങളിൽ ഈ നിസ്കരിക്കുന്നത്, നോമ്പ് നോക്കുന്നത്, സ്വതക്ക കൊടുക്കുന്നത്, നന്മകൾ ചെയ്യുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, ഇതെല്ലാം സത്യസന്ധതയോടുകൂടിയായിരിക്കണം. റിയാ ഉണ്ടാകാൻ പാടില്ല. ആളുകളുടെ കൈയടി കിട്ടാനല്ല, ആളുകളിൽ നിന്ന് 4 വാക്കുകൾ, നല്ല വാക്കുകൾ കേൾക്കാനല്ല, മറിച്ച് നാം ചെയ്യുന്നത് ഉമ്മയെ കാണിക്കാനല്ല, ഉപ്പയെ കാണിക്കാനല്ല, സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഞാൻ ചെയ്യുന്നത് എന്റെ പരലോകത്തിന് വേണ്ടി, എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് എന്ന വിശ്വാസത്തോടുകൂടി ചെയ്യണം. അവിടെ ഒരിക്കലും ഒരു കളവുണ്ടാകാൻ പാടില്ല. അവൻ വലിയ നിസ്കാരക്കാരനാണ്, അവൻ വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണ്, വലിയ ധർമ്മിഷ്ഠനാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പറയുന്നത് പ്രശ്നമല്ല. പക്ഷെ അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ് ഒരു വലിയ സുദീർഘമായ ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വ്യക്തികളെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നീയത്ത് നന്നാകണം, നമ്മുടെ കർമ്മങ്ങളിൽ സത്യസന്ധത ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവൻ ചെയ്യുന്ന ഏതേത് കർമ്മവും അത് ഇഖ്ലാസ് കൊണ്ടായിരിക്കണം. അതല്ലാതെ ആളുകളെ കാണിപ്പിക്കാൻ, ആളുകളെ പറയാൻ, ആളുകൾ നല്ലത് പറയാൻ, ആളുകൾ നല്ലത് ചിന്തിക്കാൻ വേണ്ടിയായിരിക്കരുത്. സത്യസന്ധതയോടുകൂടി അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. കാരണം നമ്മുടെ ഹൃദയം അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് അവിടെ സത്യസന്ധതയുണ്ടോ എന്ന് അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ആ സത്യസന്ധത നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിഴലിച്ചു നിൽക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം മൂന്നാമത്തത് നമ്മുടെ സംസാരത്തിലാണ്.
നമ്മുടെ സംസാരം, നമ്മുടെ നാവിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈർ ഔ ലിയസ്മുത്. നിങ്ങൾ ഒന്നുകിൽ നല്ലത് സംസാരിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. കളവ് പറയരുതേ, മോശം പറയരുതേ, ചീത്ത പറയരുതേ, കളവ് പറയരുതേ, മറ്റുള്ളവരെ കുറിച്ച് ഗീബത്തും നമീമത്തും പറയരുതേ എന്ന് ഇസ്ലാം വളരെ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ നല്ല വർത്താനം പറയണം, ചൊവ്വായ വർത്താനം പറയണം, വക്രതയുണ്ടാകരുത്. നിങ്ങളുടെ സംസാരത്തിൽ ഒരു വക്രതയോ ഒരു കളവോ അകലപ്പെടുന്ന ഒരു മോശത്തരവും ഉണ്ടാകരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബക്കാരനല്ലേ, കൂട്ടുകാരനല്ലേ, അല്ലെങ്കിൽ എന്റെ ബന്ധുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി കളവ് പറയുന്നവർ, അല്ലെങ്കിൽ താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി ചില നുണകൾ പറഞ്ഞ് രക്ഷപ്പെടുന്നവർ, അല്ലെങ്കിൽ കച്ചവടത്തിന്റെ ബിസിനസ് വളരാൻ വേണ്ടി ഇത് നല്ല പ്രോഫിറ്റാണ്, അല്ലെങ്കിൽ നല്ല ഗുണമേന്മയുള്ളതാണ്, ഒരു ഗുണമേന്മയും ഇല്ലാത്ത ഒരു സാധനത്തെ എടുത്തു വെച്ച് ഇത് നല്ല എഫക്റ്റുള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞ് കച്ചവടം ചെയ്യുമ്പോൾ, കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആ കച്ചവടത്തിലും ബർക്കത്തുണ്ടാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്, ഒരു കച്ചവടത്തിൽ രണ്ടുപേർ ചേർന്നുള്ള കച്ചവടത്തിൽ അവിടെ ഖിയാറുണ്ട്, അവിടെ തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. ഏതുവരെ? അവർ പിരിയുന്നതുവരെ, ആ കച്ചവടത്തിൽ നിന്ന് പിരിയുന്നതുവരെ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവൻ സത്യസന്ധതയോടുകൂടിയാണ് കച്ചവടം നടത്തിയതെങ്കിൽ ആ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും. അതല്ല, കളവ് പറഞ്ഞുകൊണ്ടാണ് കച്ചവടം നടത്തിയതെങ്കിൽ ആ കച്ചവടത്തിൽ അവന് നഷ്ടമുണ്ടാകും. അത് ഇരുലോകത്തും നഷ്ടമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആരാണെങ്കിലും, കുടുംബക്കാരനാണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും, എത്ര വലിയ എതിരാളികളാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണെങ്കിലും സത്യസന്ധതയോടുകൂടി സംസാരിക്കാനും നിലകൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ. അല്ലാഹു എടുത്തു പറയാൻ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി, നിങ്ങൾ സത്യസന്ധതയോടുകൂടി നിലകൊള്ളണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞല്ലോ, എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവെട്ടും. അതാണ് നിലപാട്, അതാണ് നിലപാട്. ആ രൂപത്തിൽ നിലകൊള്ളാൻ മകനല്ലേ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കേണ്ടതില്ല, മകളല്ലേ, കുടുംബക്കാരല്ലേ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ നിൽക്കേണ്ടതില്ല. മറിച്ച് അവരെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും സത്യസന്ധതയോടുകൂടി നിലകൊള്ളുവാൻ പറയുവാനും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ കളവ് പറഞ്ഞ് അവരെ രക്ഷിക്കാൻ നമ്മളും കൂട്ടുനിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകരുത്. നമ്മളും കളവ് പറയാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. പ്രവാചകന്റെ താക്കീത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ പ്രവാചകൻ പറയാണ്, യുസദ്ദിഖു ഫീഹൽ കാദിബ് വയുകദ്ദിബു ഫീഹസ് സാദിഖ്. സത്യസന്ധന്മാരായ ആളുകളെ കള്ളനെന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടം, കള്ളന്മാരായ ആളുകളെ സത്യസന്ധന്മാരെന്ന് വിളിക്കുന്ന കാലഘട്ടം വരും. ഇന്നിപ്പോ ഇസ്ലാമിന്റെ വക്താക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോ, ഇന്ന് സാഹചര്യം നമ്മൾ വായിച്ചെടുക്കുമ്പോ, യഥാർത്ഥ സത്യസന്ധന്മാരായ മുസ്ലിമീങ്ങളായ ആളുകളെ ഇന്ന് തീവ്രവാദികളായി ചാപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇസ്ലാം അങ്ങനെ ഒന്നും ആശ്ലേഷിക്കാതെ, അല്ലെങ്കിൽ ഇസ്ലാം പേര് മാത്രമുള്ള ആളുകൾ ഇന്ന് വലിയ മുസ്ലിമീങ്ങളായി, എക്സ് മുസ്ലിങ്ങൾ പോലും അവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന, അവരാണ് ഇസ്ലാം കണ്ടത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരെ, അന്ന് പ്രവാചകൻ പറഞ്ഞു വെച്ച കാലഘട്ടം ഇന്നാണോ എന്ന് പരിശോധിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യസന്ധത നിഴലിച്ചു നിൽക്കാൻ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ വിശ്വാസരംഗത്ത്, നമ്മുടെ കർമ്മരംഗത്ത്, ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും സത്യസന്ധത ഉണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ സത്യസന്ധന്മാരായി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. കളവാണോ നമ്മുടെ ജീവിതത്തിൽ യഹ്ദി ഇലൽ ഫുജൂർ വയഹ്ദി ഇലൻ നാർ, അത് തിന്മയിലേക്കും മോശത്തരത്തിലേക്കും നരകത്തിലേക്കുമാണ് നയിക്കുന്നത് എന്ന് ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഓർമ്മ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാവിനെ ചലിപ്പിക്കുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വിശ്വാസ മേഖലയിൽ എല്ലായിടത്തും സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കും.
സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി, ഖബർ വിശാലത നൽകി, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് അവരുടെ രോഗങ്ങൾ മാറ്റി ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم.